ലോക്കോ പൈലറ്റിൻ്റെ ജോലി ചാലഞ്ചിങ് ഓടിയ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ല, സമയത്തിന് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, കുടുംബത്തിലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് പോകാൻ പറ്റില്ല. ട്രെയിനിൻ്റെ വേഗത, ട്രെയിൻ എവിടെ നിർത്തിയിട്ടുണ്ട്, എവിടെ സ്റ്റാർട്ട് ചെയ്തതെല്ലാം റെയിൽവേ റെക്കോർഡാണ്. അങ്ങനെ റെയിൽവേയിൽ ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്റ്റേഷനിൽ നിർത്തി 2 മിനിറ്റ് 1 മിനിറ്റ് എടുത്താലും അതിന് സമാധാനം പറയണം. ഫ്രണ്ടിലിരുന്ന് തീവണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങൾ പറയാം. അതൊരു ത്രില്ലിങ്ങാണ്, തീർച്ചയായും ത്രില്ലിങ്. കാരണം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ട്രാക്ക് നമ്മളപ്പുറം അഭിമാനം കൊള്ളാറുണ്ട്. ആ യാത്രാനുഭവങ്ങളിൽ എങ്ങനെയാണ് ഈ 413 കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ? പല സ്റ്റേഷൻ, പല മലകളെ നടുക്കൊഴി, പുഴ ക്രോസ് ചെയ്ത്. ഈ 30 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ ജീവിതത്തിൽ ലോക്കോ പൈലറ്റ് ആയതുകൊണ്ട് അഭിമാനം തോന്നിയ ഏതെങ്കിലും നിമിഷം? തീർച്ചയായിട്ടും ജോലി ഒരു ചാലഞ്ചിങ് ജോബാണ്. നിങ്ങൾ കാണുന്ന പോലെ നാട്ടുകാർ കാണുന്ന പോലെ അത്ര ഇതൊന്നുമില്ല, സാധാരണ ജീവനക്കാരെ പോലെ. കാരണം രാത്രിയും പകലും ട്രെയിൻ 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്നു, മഴയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു, വെയിലത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു, ഹോളിഡേ ഇല്ല. അപ്പം ഈ ലോക്കോ പൈലറ്റിൻ്റെ ജോലി ചാലഞ്ചിങ് ഓടിയ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ല, സമയത്തിന് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, കുടുംബത്തിലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് പോകാൻ പറ്റില്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക ആ ഒരു ചാലഞ്ചിങ് ജോബാണ്. എന്നാലും ഞാനൊരു തൃപ്തനാണ് ഈ ജോലിയിൽ. ഞാൻ റിട്ടയർഡ് ആകുമ്പം വളരെ അഭിമാനപൂർവ്വം റിട്ടയർഡായ ഒരു ജീവനക്കാരനാണ്, തൃപ്തനാണ്. എൻ്റെ ഇതിൽ നല്ലൊരു ജോലിയാണ്, നല്ലൊരു മോശമായ ജോലിയല്ല. എന്നാൽ എല്ലാ ജോലിക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ നല്ല ആ കാഴ്ചപ്പാടിൽ കുറഞ്ഞ ബുദ്ധിമുട്ട് ഏറെ ഉള്ള ഒരു ജോലിയാണ്. റെയിൽവേയിൽ ഏതൊരു കാറ്റഗറിയും കൂടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ജീവനക്കാരാണ് ലോക്കോ പൈലറ്റുമാർ. ഞാൻ ആദ്യം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം, സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാനുള്ള സൗകര്യമില്ല, വണ്ടി ഓടിക്കുന്നത് ഓരോ സ്റ്റേഷനിൽ 2 മിനിറ്റാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ മേജർ സ്റ്റേഷനാണ് 2-3 മിനിറ്റ്, ബാക്കി 1 മിനിറ്റാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് വിശക്കും ആഹാര സമയത്തിന് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം എഞ്ചിനിൽ ലോക്കോയിലില്ല. അത് ഞങ്ങളുടെ സംഘടനയിൽ ഇപ്പോൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ടോയ്ലറ്റ് ഫെസിലിറ്റീസിലാണ് വയ്ക്കണം തന്നെ. റെയിൽവേ വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലഘട്ടം വരെ AC ഇല്ലായിരുന്നു, ഇപ്പോഴും AC വെച്ച് തുടങ്ങി. ഇതെല്ലാം ലോങ് പെൻഡിങ് ഡിമാൻഡായിരുന്നു. ഞാനൊരു അസോസിയേഷൻ്റെ ലീഡറും കൂടെയാണ്. ഞങ്ങൾ ALRS, ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഓഫ് ലോക്കോ, ഇന്ത്യയിലെ ഒരു മഹത്തായ കാറ്റഗറിക്കൽ യൂണിയനാണ്. ലോക്കോ പൈലറ്റുമാർക്ക് മാത്രമുള്ള യൂണിയനാണ്. അവരെ കാര്യങ്ങൾ മാത്രം ചെയ്യണ ഒരു സംഘടനയുടെ ഒരു നേതാവും കൂടെയാണ്. ഞങ്ങൾ കഴിഞ്ഞ എത്രയോ കൊല്ലം കൊണ്ട് ഡിമാൻഡ് ചെയ്ത് ഇപ്പോൾ എഞ്ചിനിൽ AC വെച്ച് തുടങ്ങി. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വയ്ക്കാനും മന്ത്രി എഗ്രി ചെയ്തിട്ടുണ്ട്, വരുമായിരിക്കും. അതിപ്പം വനിതാ ALP ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ഏറെ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പം ഏറെ വനിതാ നമ്മുടെ സഹോദരിമാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പല ബുദ്ധിമുട്ടുകൾ ഈ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. റെയിൽവേയിൽ ആ ഡിമാൻഡ് ഞങ്ങൾ വച്ചിട്ടുണ്ട്. റെയിൽവേ അത് മാറ്റിത്തരാനും വാഗ്ദാനം തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, കുടുംബത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലുള്ള മരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പല കല്യാണം ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിലുള്ള വീട്ടിനകത്ത് തന്നെ ചിലപ്പം കുട്ടികളെ അസുഖമായിരുന്നാൽ നമ്മൾ ലൈനിലായിരിക്കും, അത് വീട്ടിലുള്ള ഭാര്യയായിരിക്കും കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ ഈ ജോലി ഇഷ്ടപ്പെട്ട ജോലിയാണ്. പക്ഷേ ചില സമയത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിൻ നിർത്തിയിട്ട് മീൻ വാങ്ങിക്കാൻ പോകുന്നത്. അതെല്ലാം അതെ. ഇപ്പം നമുക്ക് തന്നെ പറയാം, ഇപ്പം വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചിറയൻകീഴ് സ്റ്റേഷൻ ഒരു ചിറയൻകീഴ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം പോകുമ്പോൾ ചിറയൻകീഴ് സ്റ്റേഷനിൽ എഞ്ചിൻ നിൽക്കുന്ന സ്ഥലത്ത് ഇടത്ത സൈറ്റ് ഒരു ഹോട്ടലുണ്ട്. അവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് നിർത്തുന്ന ഒരു വണ്ടി, അവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന വെച്ചോളൂ. ഞങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഭക്ഷണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ സമയത്ത് ഭക്ഷണം. കാരണം 11 മണി ട്രെയിൻ തിരിക്കണതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഡ്യൂട്ടി ജോയിൻ ചെയ്യണം. അപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ പറ്റില്ല. ചിറയൻകീഴ് ആ ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് ഈ ലോക്കോ പൈലറ്റിന് അറിയാം. കാരണം ചിറയൻകീഴിലുള്ള ഒരു ലോക്കോ പൈലറ്റ് ഞങ്ങളോട് വർക്ക് ചെയ്യുമ്പോൾ ആ ഹോട്ടലിൽ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്യുന്ന മുമ്പ് തന്നെ ചിറയൻകീഴിൽ വിളിച്ചു പറയും, 2 ഊണ് വേണമെന്ന് പറയും. ആ സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നമ്മളവിടെ വണ്ടി നിൽക്കും, ഒന്നീ അവർ കൊണ്ടുവരുമോ, ലാസ്റ്റിന് ആ വണ്ടി നിൽക്കുന്ന സമയം കൊണ്ട് ഓടിപ്പോയി ആ ഭക്ഷണം ഞങ്ങൾ വാങ്ങുന്നുണ്ട്. തിരിച്ചാണ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ്റെ അടുത്ത് നല്ലൊരു ഭക്ഷണം. കാരണം ഞങ്ങളുടെ റെയിൽവേ ലോക്കോ പൈലറ്റ് മാത്രമല്ല, കുടുംബനാഥനും കൂടെയാണ്. ഞങ്ങൾ വന്നിട്ടായിരിക്കും വീട്ടിൽ പല സാധനങ്ങൾ വാങ്ങാനുള്ളത്. ഞങ്ങളെ റെസ്റ്റിൻ്റെ ഇടയിൽ സാധനം വാങ്ങണം. ആ സാധനം, നല്ല സാധനം വഴിയിൽ ഒരിടത്ത് കിട്ടിയാൽ വാങ്ങുന്നതിൽ തെറ്റുണ്ടോ? അതിപ്പോൾ നമുക്ക് മൊബൈലിൽ ക്യാമറ ഉണ്ട്. അതുകൊണ്ട് പലരും അതെടുത്തിട്ട് അതൊന്ന് മിസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ലോക്കോ പൈലറ്റ് ട്രെയിൻ ഒരിക്കലും ട്രെയിൻ നിർത്തിയിട്ട്
ടൈം കളഞ്ഞിട്ട്, കാരണം ഇതെല്ലാം റെക്കോർഡാണ്. ട്രെയിൻ ഓടുന്നത്, ട്രെയിൻ നിൽക്കുന്നത്, ട്രെയിനിൻ്റെ വേഗത, ട്രെയിൻ എവിടെ നിർത്തിയിട്ടുണ്ട്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇതെല്ലാം റെയിൽവേ റെക്കോർഡാണ്. അങ്ങനെ റെയിൽവേയിൽ ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്റ്റേഷനിൽ നിർത്തി 2 മിനിറ്റ് 1 മിനിറ്റ് എടുത്താലും അതിന് സമാധാനം പറയണം. പിന്നെ ഈ സാധനം വാങ്ങണം, ഞാൻ ആദ്യം ചിറയൻകീഴിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിറയൻകീഴ് പറഞ്ഞത്. ചിറയൻകീഴിന് പകരം വേറൊരു സ്റ്റേഷനിൽ ഇപ്പോൾ എറണാകുളത്തേക്ക് പോകണം ലോക്കോ പൈലറ്റ്, ചിറയൻകീഴിൽ നല്ലൊരു മീനാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ലൊരു സാധനം കിട്ടണമെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞ് പരിചയക്കാരനായ ഒരാളത്ത് വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് വാങ്ങണം. എന്താ തെറ്റ്? റെയിൽവേക്കോ യാത്രക്കാർക്കോ ഒരു ബുദ്ധിമുട്ടില്ല. റെയിൽവേക്ക് സമയം നഷ്ടപ്പെടില്ല, യാത്രക്കാർക്ക് സമയം നഷ്ടപ്പെടില്ല. അദ്ദേഹം ഒരു കുടുംബനാഥനാണ്. ചിലപ്പോൾ നല്ലൊരു സ്വീറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്, തൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അത് പല സ്റ്റേഷനിലും ലോക്കോ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരിക്കും, അല്ലാതെ കിലോമീറ്ററോളം യാത്ര ചെയ്തല്ല വാങ്ങുന്നത്. അത് ഇപ്പം പല മീഡിയാസ് വീഡിയോ എടുത്തിരുന്നത് ശരിയായ ഒരു പ്രവണത. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാ സാധനം വാങ്ങുന്നില്ലേ? എല്ലാ ജീവനക്കാരും, ഞാൻ ലോക്കോ പൈലറ്റ് പോലെ ഓരോ ആൾക്കാരും ജീവനക്കാരാ, സ്റ്റുഡൻ്റ് എല്ലാവരും ഉണ്ടാവും. അവരെ കുടുംബത്തിലേക്ക് വേണ്ടി ആവശ്യമുള്ള സാധനം വാങ്ങുന്നു. ഇദ്ദേഹം ഡ്യൂട്ടിയുടെ ഇടയിൽ വാങ്ങുന്നു. അത് ഡ്യൂട്ടിയുടെ സമയം എടുത്തിട്ടല്ല വാങ്ങണത്. ഡ്യൂട്ടിയിൽ അദ്ദേഹത്തിന് അലോ ചെയ്തിട്ടുള്ള സമയത്തിൻ്റെ അകത്താണ് ഓടിപ്പോയി അസിസ്റ്റൻ്റ് ഓടുന്നത്. വേണമെങ്കിൽ നിങ്ങളൊരു പഴയ വീഡിയോ നിർത്തി നോക്കിയാൽ ഓടിപ്പോയി വാങ്ങിയിട്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ ആ ഹോട്ടൽക്കാരൻ ഫുഡ് കൊണ്ടുവരും. പരിചയമുള്ള ആളെങ്കിൽ ചിലപ്പോൾ ഫുഡ് അവർ കൊണ്ടുതരും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്ത് സാധനമായാലും ശരി, മീനായാലും ശരി, അവർ കൊണ്ടുവരും, ഞങ്ങൾ ക്യാഷ് കൊടുക്കും. നേരത്തെ ഫോണിൽ സംസാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യമായിരിക്കും. അല്ലാതെ റെയിൽവേയുടെ സമയമോ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പോയ ഒരു കേസുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റെയിൽവേ അവരെ ശിക്ഷിക്കുകയും ചെയ്യും, തീർച്ചയായിട്ടും ശിക്ഷിക്കും. അതിലൊരു കോംപ്രമൈസ് റെയിൽവേ കാണിക്കാറില്ല. റെയിൽവേയുടെ സമയം കളഞ്ഞുകൊണ്ട് ഏത് ലോക്കോ പൈലറ്റ് ആ സമയം കളഞ്ഞുകൊണ്ട് വേറെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റെക്കോർഡാണ് റെയിൽവേയിൽ, ഇതെല്ലാം റെക്കോർഡ്സാണ്. ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. അതും തീവണ്ടിയിലെ യാത്രകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലിരുന്ന് തീവണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങൾ പറയാമോ? അതൊരു ത്രില്ലിങ്ങാണ്, തീർച്ചയായും ത്രില്ലിങ്. കാരണം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ട്രാക്ക് നമ്മളപ്പുറം ഏത് അഭിമാനം കൊള്ളാറുണ്ട്. കാരണം റെയിൽവേയുടെ സിസ്റ്റം മുകളിൽ നിന്ന് താഴെ വരെ റെയിൽവേ മന്ത്രിയുണ്ട്, റെയിൽവേ ബോർഡുണ്ട്, പല സിസ്റ്റമുണ്ട്. ഇതെല്ലാം എന്തിനാണെങ്കിൽ ട്രെയിൻ ഓടിക്കാനാണ്, അല്ലേ? റെയിൽവേ മന്ത്രിയുണ്ട്, റെയിൽവേ ബോർഡുണ്ട്, ഞങ്ങൾക്ക് തന്നെ കുറേ ഓഫീസേഴ്സ് ഉണ്ട്. ഞാൻ ഇതിലൊരു താഴെ കിടക്കുന്ന ഒരു ജീവനക്കാരനാണ്. എന്നാൽ ഇതെല്ലാം ടു റൺ ദ ട്രെയിൻ ഓടിക്കാനുള്ള ആ പ്രക്രിയ ചെയ്യുന്ന ഞാൻ, തീർച്ചയായിട്ടും എനിക്കതൊരു സന്തോഷം. പിന്നെ ട്രെയിൻ പോകണമെങ്കിൽ അപ്പോഴുണ്ട് നമുക്ക് പ്രകൃതി. നമ്മുടെ കേരളത്തിൽ പോകുമ്പം 2 സൈഡിലും പുഴകൾ, 2 സൈഡും കായലുകൾ, ചില സ്ഥലത്ത് പോകുമ്പം നല്ല പച്ചപ്പശയിലെ മരങ്ങൾ, അതിൻ്റെ ഇടയ്ക്കെല്ലാം ട്രെയിൻ പോകുമ്പം നല്ല കൗതുകമായിട്ടും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതായിരിക്കും. ശാസ്ത്രം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. മഴയത്തും കാറ്റത്തെല്ലാം ഭയങ്കര മരങ്ങൾ വന്ന് വീഴും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മരങ്ങൾ വീഴുന്ന വണ്ടി നിർത്തേണ്ടി വരും. അപകടമില്ലാതിരിക്കാൻ നോക്കണം. മുകളിൽ നിന്ന് മരം വീഴും. ചിലയിടത്ത് 2 സൈഡ് പൊക്കമായിരിക്കും, അവിടെ നിന്ന് കാറ്റത്ത് ചില്ലുകൾ ട്രെയിനിൻ്റെ മുകളിൽ വീഴുന്നിട്ടുണ്ട്. അങ്ങനെല്ലാം ഉണ്ടായിട്ടുണ്ട്. പോയ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് അല്ലെങ്കിൽ ആ ഒരു യാത്ര ഏതാണ്? ഞാൻ ഈറോഡ് ടു ചെന്നൈ വർക്ക് ചെയ്തു. ഈറോഡ് ചെന്നൈ വർക്ക് ചെയ്തത് നല്ല. എങ്ങനെയായിരുന്നു? അവിടെ സ്റ്റോപ്പിംഗ് കുറവാണ്, ലോക്കൽ സ്റ്റോപ്പിംഗ് കുറവാണ്. 400 ചില്ലറ കിലോമീറ്റർ ഉണ്ട്, 2 സ്റ്റോപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ സ്റ്റോപ്പ് കൂടുതലാണ്. പിന്നെ അവിടെ ഓട്ടോമാറ്റിക് സിഗ്നല, പിന്നെ സ്പീഡ് കൂടുതലാണ്, സ്റ്റോപ്പിംഗ് കുറവ്. പിന്നെ ചെന്നൈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ആ സ്റ്റേഷൻ്റെ അകത്ത് വണ്ടി കൊണ്ട് നിർത്തുന്നതിന് ഒരു അഭിമാനം ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെന്നൈ? എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു റൗണ്ട് റൂഫ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പ്ലാറ്റ്ഫോമിൽ മാത്രമേ റൂഫ് ഉണ്ടാവുള്ളൂ. ആ ട്രെയിൻ നിൽക്കുന്ന സ്ഥലവും ട്രെയിനെല്ലാം മഴയ്ക്കകത്താണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള റൂഫാണ്. ഫുള്ളായിട്ടല്ല, കുറേ ഒരു പകുതി ട്രെയിൻ ഈ റൂഫിൻ്റെ അകത്താണ്. അപ്പോൾ ലോക്കോ ഫ്രണ്ട് ഈ റൂഫിൻ്റെ അകത്ത് പോയി നിൽക്കാം. അതൊരു ഡെഡ് എൻഡാണ്. അവിടെ നിന്ന് കണ്ടിന്യൂറ്റി ഇല്ല, തുടർച്ചയില്ല. അവിടെ നിൽക്കും. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. സ്റ്റേഷനും പ്രൗഢഗംഭീരമായ ഒരു സ്റ്റേഷനാണ്. അവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പം നല്ലൊരു അവരൊരു അഭിമാനവും നല്ല ത്രില്ലിംഗ് ആയിട്ടിരിക്കാറുണ്ട്. ആ യാത്രാനുഭവങ്ങളിൽ എങ്ങനെയാണ് ഈ 413 കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ? പല സ്റ്റേഷൻ, പല മലകളെ നടുക്കൊഴി, പുഴ ക്രോസ് ചെയ്ത്, ചിലടത്ത് വിജനമായ മരുഭൂമിയില്ല, പ്ലെയിൻ സ്ഥലങ്ങൾ, കുളങ്ങൾ, വ്യത്യസ്ത ജനങ്ങൾ, ഇതെല്ലാം കടന്നു പോകുമ്പം. അല്ല, ഞാൻ പലപ്പോഴും കേട്ടുള്ളത് ഇപ്പോൾ തെമ്മല ആര്യങ്കാവ് റൂട്ടിലുള്ള അതൊരു നല്ല പ്രകൃതി രമ്യമായ സ്ഥലമാണ്. അങ്ങനെ കുറേ സ്റ്റേഷൻസ് നമ്മളെന്ന ലൈനുണ്ട്. നമ്മൾ മംഗലാപുരത്തിന് മംഗലാപുരം കർണാടക, മംഗലാപുരം സക്ലേഷ്പൂർ റൂട്ട് നല്ല രസമുള്ളതാണ്. കൊല്ലം ചെങ്കോട്ട പുനലൂർ വഴി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ ആ റൂട്ട് വർക്ക് ചെയ്തിട്ടില്ല,
കോച്ചിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല നമ്മളെ പശ്ചിമഘട്ടത്തിൻ്റെ അകത്തൊഴുന്ന അത് നമുക്ക് വാളയാറുണ്ട്. ഞാൻ വാളയാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്കിൽ പാലക്കാട് ടു കോയമ്പത്തൂരും വാളയാർ അവിടെ ഇപ്പോൾ ആനകളെല്ലാം ക്രോസ് ചെയ്യും. ഞാനുള്ളപ്പോൾ അങ്ങനെയില്ല, ഇപ്പോൾ ആനകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. പല ആനകളും ലോക്കോ തട്ടി ചത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. രണ്ട് സൈഡും ഈ മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ മൃഗങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ക്രോസ് ചെയ്യുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങൾ ആന പറഞ്ഞില്ലേ, പല ആനകളും ട്രെയിൻ തട്ടി ചത്തിട്ടുണ്ട്. അത് നേരത്തെ കണ്ടെങ്കിൽ, ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടെങ്കിൽ നമ്മൾ ഹോണടിച്ച് അതിനെ ഹോണടിച്ച് ഒരു അലർട്ട് ചെയ്യാമെന്ന്. ക്രോസ് ചെയ്ത് അടുത്ത് വന്നാൽ, അല്ലെങ്കിൽ വനമാണ്, വണ്ടി കറങ്ങിയാണ് പോകുന്നത്, അപ്പം തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആന ചത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തതിൽ നല്ല പ്രകൃതിയിലൊന്നും വാളയാർ നല്ല രസമുള്ള വാളയാർ വനത്തിൻ്റെ അകത്ത് വഴി വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഈ പുനലൂർ ചെങ്കോട്ട ലൈൻ നല്ല സുന്ദരമായ ലൈൻ, ഓരോ നാട്ടുകാരും അതുവഴി യാത്ര ചെയ്യണം, നല്ലതാണ്. പിന്നീട് ഇഷ്ടപ്പെടാത്ത ഒരു യാത്രാ റൂട്ട് ഏതായിരുന്നു? അങ്ങനെ ഒരു റൂട്ട് എനിക്കില്ല. ഇഷ്ടപ്പെടാത്ത റൂട്ടായിട്ടൊന്നും. എല്ലാ റൂട്ടും മനോഹരമായി. അതെ, എല്ലാ റൂട്ടും ഓരോന്നും. നമ്മൾ ആലപ്പുഴ റൂട്ട് വന്ന കായൽ അല്ലേ, നല്ല രസമുള്ള കായലും കടൽ തീരത്തിൻ്റെ ഒന്ന്. കാസർഗോഡ് റൂട്ട് പോകുമ്പം കടൽ തീരത്തിൻ്റെ ഒന്ന് സൈഡ് വഴി പോവും. കേരളത്തിൽ ഇവിടെ നമ്മളെ കൊല്ലം ആലപ്പുഴ റൂട്ടെങ്കിൽ കായൽ തീരത്ത് വഴി പോവും. മദ്രാസ് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മലകളിൻ്റെ നടുക്കൊഴിയും പ്ലെയിൻ തറയാണ്. അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത റൂട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം മനോഹരമായ. അതെ, വ്യത്യസ്തം. നമ്മൾ രാജ്യം തന്നെ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യം. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. സാറ് പോയിട്ടുള്ള ലോങ് റൂട്ട് ഏതായിരുന്നു? ഞാൻ ഈറോഡ് ടു ചെന്നൈ പോയിട്ടുണ്ട്. അതാണ് ഈറോഡ് ടു ചെന്നൈ, ഷൊർണൂർ ടു മംഗലാപുരം, അതെല്ലാമാണ് ലോങ് റൂട്ടായിട്ട് ഒരു ലോക്കോ പൈലറ്റും പോകുന്നില്ല. അവർക്ക് അവരുടെ പ്രത്യേക ഏരിയ വിട്ട് ഒരു ലോക്കോ പൈലറ്റും പോകുന്നില്ല. സാധാരണ ജനങ്ങൾക്കൊരു ധാരണ ഒന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയ കേരള എക്സ്പ്രസ് ഡൽഹി വരെ ലോക്കോ പൈലറ്റ് അല്ല, അങ്ങനെയല്ല. ഒരു ഏരിയ കഴിയുമ്പോൾ ആ ലോക്കോ പൈലറ്റ് ഇറങ്ങും, അവിടെ നിന്ന് വേറെ ലോക്കോ. അങ്ങനെ ഡൽഹി പോകുമ്പോൾ ചിലപ്പോൾ 10-15 ലോക്കോ പൈലറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി ഡൽഹിയിൽ എത്തുന്നത്. അതൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട്. ഒരു ലോക്കോ പൈലറ്റ് തന്നെയാണ്. അതെ, സ്ഥിരം ഒരു റൂട്ടായിരിക്കും ഓടുന്നത്, വേറെ റൂട്ട് ഓടാൻ പറ്റത്തില്ല. റോഡിൽ കാർ ഓടിക്കുന്നത് പോലെ അല്ല. റോഡിൽ കാർ നമുക്ക് നാട്ടുകാർക്ക് ചോദിച്ച് റൂട്ട് ചോദിക്കാം, സ്പീഡ് കുറയ്ക്കാം. ഇവിടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ സമയം, ഓരോ സ്റ്റേഷൻ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് കൊടുത്തുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് സമയമാണ്. ആ സമയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ റൂട്ട്, ആ സെക്ഷനെ പറ്റി നല്ല നോളജ് തറവുണ്ടാകും. അപ്പോൾ സ്ഥിരം ഓടുന്ന റൂട്ട് മാത്രമേ ഒരു ലോക്കോ പൈലറ്റിനോ വണ്ടി കൊടുക്കാറുള്ളൂ, ട്രെയിൻ കൊടുക്കാറുള്ളൂ.